വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു. പിന്നെ ഇതാ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഫേസൊക്കെ വാഷ് ചെയ്ത് പിന്നെ വുളു എടുത്തിട്ട് നിസ്കരിക്കാൻ നിൽക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് ഓതാനും ചൊല്ലാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചൊല്ലിയിരിക്കുമ്പോണ്ട് നെയ്ഹ എണീറ്റ് വരുന്നു കേട്ടോ. ഡെയിലി നെയ്ഹ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കൽ. പക്ഷേ ഇന്ന് ഞാൻ വ്ലോഗ് എടുക്കാമെന്നോൾ അറിഞ്ഞേന്ന് തോന്നുന്നു. ഓൾ നേരത്തെ കാലത്ത് എണീറ്റ് പോയി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാ എണീറ്റുകൊണ്ട് തന്നെ പണിയൊക്കെ ഇനി റിസ്ക് ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്നത്തെ വ്ലോഗ് എടുക്കുമ്പോൾ ഓൾ എണീക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഡെയിലി ഇപ്പോൾ ഒരു 10 മണിയായിട്ട് തന്നെ എണീക്കൽ. അപ്പോൾ ഇന്ന് കറക്റ്റ് ഓൾ ഈ സമയത്ത് എണീറ്റ് പോന്നു. അപ്പോൾ ഇതാ ഓളയും കൊണ്ടിട്ട് പണിയെടുക്കാൻ വെച്ചാൽ കുറച്ച് റിസ്ക്കാണ്. നമുക്ക് കാണാം. ഇനി ഇതാ ഈ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കണം. നമ്മൾ കിടന്നോട്ടൊക്കെ നീറ്റാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പം വേഗം ആ പണികൾ നോക്കട്ടെ കേട്ടോ. പിന്നെ ഇതാ ഞാൻ നെയ്ഹൻ്റെ എയർ ബാൻഡൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കലാട്ടോ. എല്ലാ എയർ ബാൻഡും ഇങ്ങനെ ഒരു ബോക്സിലിട്ടിട്ട് എല്ലാം ഓരോ ബോക്സ് അങ്ങനെ ആക്കി വെക്കലാട്ടോ. ഇനി ബോക്സ് ഇല്ലാത്തത് പെട്ടി ഉണ്ടാവില്ല, കുഞ്ഞു പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ടുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അതിനൊക്കെ ഒരു അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കില്ല. അതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. അതൊക്കെ നമുക്ക് വേണ്ടപ്പം പെട്ടെന്ന് പോയി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബെഡൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്, എല്ലാം വൃത്തിയായിട്ടോ. അപ്പോൾ നേഹ ഇങ്ങനെ തൊട്ടില കാട്ടിയിട്ട് എനിക്ക് ഉറങ്ങണം പറഞ്ഞപ്പോൾ ഞാൻ ഓളെ അതിലിട്ടിട്ട് ആട്ടിയപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ. പക്ഷെ അത് കുറച്ച് നേരത്തെ ഉറക്കാൻ മാത്രമായിരുന്നു കേട്ടോ. വേഗം എണീറ്റ് പോകുന്നത്. ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാൽ അതുകൊണ്ട് ശരിയാവില്ല. പിന്നെ അത് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ഉറങ്ങിയാൽ കുറച്ച് ഉറങ്ങും അങ്ങനെ. അപ്പോൾ ഇതാ ഓളെ ഉറങ്ങിയത് കണ്ടപ്പോൾ ഞാനിതാ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. പിന്നെ നമുക്ക് ഇന്നലെ ഒക്കെ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉണങ്ങാത്ത കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ആറിടണം. ഉണങ്ങാത്ത ഡ്രസ്സൊക്കെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാൻഡ് അകത്തേക്ക് വെച്ചിട്ട് അതിന്മേൽ ഇങ്ങനെ ആറിയിടല കേട്ടോ. അപ്പം ആ സ്റ്റാൻഡ് എടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇട്ടാൽ മതി. പിന്നെ അതിൽ കൊള്ളത്തൊക്കെ ഞാൻ അയലിലേക്ക് ഇടും കേട്ടോ. അങ്ങനെ അത് വേഗം ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് സമയം 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് നമുക്ക് എടുത്തിട്ട് മടക്കി വെക്കാം. അപ്പോൾ കുറേ ഉണ്ടാവില്ല മടക്കി വെക്കാൻ. നമുക്കിങ്ങനെ പെട്ടെന്ന് കുറച്ച് എടുത്ത് ചെയ്താൽ മടക്കി വെച്ചാൽ തോനെ മടക്കാനുണ്ടാവില്ല. അപ്പോൾ ഇതാ ഒരാൾ 5 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ. വേഗം എണീറ്റ് പോകുന്നു. എന്നെ പുറത്ത് കണ്ടപ്പോൾ വേഗം പുറത്തിറങ്ങി വന്നിക്കണം കേട്ടോ. ഇവിടെ വെള്ളത്തിൽ കളിക്കാമെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഈ ഒരു വെള്ളത്തിൽ കളിക്കുന്ന പണിയേ ഉള്ളൂ ഓക്ക്. അങ്ങനെ അപ്പോൾ ഞാൻ ഓളയും കൊണ്ടിട്ട് അകത്ത് കയറാം കേട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കുക. രാവിലത്തെ ചായ കുടിക്കാൻ നെയ്യൊക്കെ നല്ല മടിയാട്ടോ. നല്ല മടിയാണ് അവൾക്ക്. ഏറ്റവും മടിയുള്ള കാര്യം രാവിലത്തെ ചായ കുടിക്കുക എന്നുള്ളത്.
ഇന്ന് നമുക്ക് ചായക്ക് കട്ടിപ്പത്തിരിയും മീൻ കറിയും കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് കാക്ക ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഡെയിലി ചായ കുടിക്കാനുള്ള സമയമാകുമ്പോൾ വരുത്തുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കലാന്ന്. കട്ടിപ്പത്തിരിയും അതേപോലെ ചപ്പാത്തിയും ഉണ്ടാക്കിയിരുന്നത്. പിന്നെ കാക്ക വരുന്ന സമയത്ത് തന്നെ ഏക്കൊരു കുഞ്ചി വന്നിരുന്നിട്ട് പിന്നെ ഓൾ അതിൽ പൈസ ഇടണ തിരക്കില്ലായിട്ടോ. ഒക്കെ അതിലിങ്ങനെ പൈസ ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പൈസ ഒക്കെ കിട്ടിയാൽ ഓൾ വേഗം കൊണ്ടിട്ട് ഓളെ കുഞ്ചി കൊണ്ടുവരും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊക്കെ കേക്കൽ ക്ലീൻ ചെയ്യൽ അതൊക്കെ കേട്ടോ. പിന്നെ അത് കാക്ക പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാക്ക പച്ച മാങ്ങ ഉണ്ടായിരുന്നു, അത് ജ്യൂസ് അടിക്കലാന്നേ. കാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പച്ചമാങ്ങ, ചാമ്പക്ക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഒരു ലൈക്കല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അത് കാക്ക ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഞാൻ വേഗം അടിച്ചു തരാൻ നിന്നിട്ടോ. കാരണം ഇക്കാക്കുള്ള സമയത്ത് നേഹക്കാക്കൻ്റെ ഒപ്പം കുറച്ച് നേരം നടക്കും. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് വേഗം ഞാൻ അടിച്ചു തരാൻ നിന്നിട്ടോ. അടിച്ചിരി വന്നപ്പോഴത്തേനും ഇക്കാക്ക ജ്യൂസ് അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊക്കെ കുടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പച്ചമാങ്ങന വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഇക്കാക്ക അടിച്ചത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടേനും. അപ്പോൾ നേഹ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അതിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നേഹൊക്കെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഓക്ക് ഞാൻ രാവിലാക്കി കൊടുത്തപ്പോൾ ഓക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല, എന്നാലും ഓക്ക് കൊടുത്തില്ല കേട്ടോ. പിന്നെ വേഗം മുറ്റടിച്ചിരി കേട്ടോ. ഈ വാഷിംഗ് മെഷീനിന് ഓണാക്കിയാൽ ആദ്യത്തെ വെള്ളമൊക്കെ പോവുക നമ്മളെ മുറ്റത്തേക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ മുറ്റം വേഗം അടിച്ചേരിയിട്ടേ ഉള്ളൂ വാഷിംഗ് മെഷീൻ ഓണാക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ വേഗം അടിച്ചേരിയതിന് ശേഷം മെഷീൻ ഓണാക്കാൻ പോവാം കേട്ടോ. അങ്ങനെ ഓണാക്കി പിന്നെ ഇനി അടുത്ത പണി തുടക്കലാട്ടോ. അപ്പോൾ വാഷ് ബേസിനൊക്കെ വേഗം കഴുകിയിട്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. വാഷ് ബേസിൻ്റെ മിറർ എപ്പോഴും ക്ലീൻ ആക്കല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കലുള്ളൂ. അപ്പം ഇന്നിപ്പോൾ അത് ക്ലീൻ ആക്കണമെന്നില്ല, വേഗം ഇവിടെ കഴുകിയിട്ട് തുടക്കണം. നേഹ ഇപ്പം എണീറ്റുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ഒരു ചീച്ചിലാട്ടോ. അപ്പം അമ്മ അവളെ കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തുടക്കട്ടെ വിചാരിച്ച്, അല്ലെങ്കിൽ അവളെ എണീക്കിനേ മുന്നേ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിട്ടോ. മറ്റോള് എണീറ്റ് കഴിഞ്ഞാൽ ഓളെ അകത്ത് നടക്കുമ്പോൾ വീണ് പോവുകയും ചെയ്യും തുടയ്ക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് ഉമ്മ പുറത്ത് കൊണ്ടിറക്കുന്നുണ്ട് കേട്ടോ ഓളെ. അപ്പോൾ ഞാൻ തുടയ്ക്കാണ്.
ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് തിരുമ്പാൻ കേട്ടോ. നെയ്യൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം കേട്ടോ നമുക്ക് തിരുമ്പാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങണത്. അപ്പോൾ ഓക്കും പുറത്തിറങ്ങാമല്ലോ. ആ വെള്ളത്തിലും കളിക്കുക. ഓള് ഞങ്ങളൊപ്പരം തിരുമ്പുമ്പോൾ ഓളെ ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ ഒരു അമ്മയുണ്ട് കേട്ടോ, ഇത് യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഓളിതിപ്പോൾ തിരുമ്പാനാട്ടോ യൂസ് ചെയ്യണത്. ഓൾ അതിമേലെടുത്ത് തിരുമ്പലും കുത്തലും അടിക്കലും കൊണ്ട് ചിക്കിടലൊക്കെ ആട്ടോ പണിയോളത്. അങ്ങനെ അപ്പം ഓളിവിടുന്ന് ഇത് കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുമ്പൽ കഴിഞ്ഞാൽ ഓളെ വിളിച്ചാലും ഓൾ വരില്ല കേട്ടോ. ഭയങ്കര വാശി പിടിക്കും വരില്ല അറിഞ്ഞിട്ട്. അപ്പം ഞാൻ എന്താ ആ സമയം കൊണ്ട് വേഗം തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി. ഇനി നെയ്ഹൻ്റെ കുറച്ച് ഡ്രസ്സാട്ടെന്നുള്ളത്, കുറേ ഒന്നുമില്ല. അപ്പം അതൊക്കെ വേഗം ചിക്കിയിടട്ടെ കേട്ടോ. അങ്ങനെ ഇതാ നെയ്ഹൻ്റെ കുറേ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും അകത്ത് കയറിയിട്ടോ. കുറേ വാശി പിടിച്ചിട്ട് കയറില്ല പറഞ്ഞിട്ട് പിടിച്ചകത്ത് കയറ്റിക്കാട്ടോ. അപ്പം ഉള്ളിൽ കയറിയപ്പം അമ്മ അവിടെ കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാട്ടോ. അപ്പോൾ ഇതാ അമ്മ കറിക്കുള്ളതൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. കറി ഉമ്മാക്കുന്നുണ്ട് കേട്ടോ. ചോറും ഉമ്മാക്കും. വേറെ ചോറും കറിയാക്കിയിട്ട് അടുക്കള ഒന്ന് നീറ്റാക്കാനുള്ളൂ കേട്ടോ. ഇത് വാഷിംഗ് മെഷീനത്തെ വെള്ളം പോണാണ്. അപ്പോൾ ഇതാ അമ്മ ഇനി ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളി ആട്ടിടുന്നത്. അപ്പം ഞാൻ ഇനി നെയ്ഹനെയും കൊണ്ടിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. നെയ്ഹനെ കുളിപ്പിക്കണം, പിന്നെ ബാത്റൂമിൽ കേൾക്കണം, പിന്നെ എനിക്ക് കുളിക്കണം, അത്ര തന്നെ. പിന്നെ ഈ കറി വെക്കലും ചോറും ഇമ്മാക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ ഓളയും കൊണ്ടിട്ട് വേഗം അകത്തേക്ക് പോകട്ടോ. ഈ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് വരുമ്പോൾ അവിടെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനവും എന്തോ ഒരു ഫ്രഷ് ഫീലിംഗ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തുടച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ. പിന്നെ മാറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നെയ്ഹനെയും കുളിപ്പിച്ചിട്ട് ബാത്റൂമിൽ കഴുകലാട്ടോ പണി. നെയ്ഹനെ കുളിപ്പിച്ചതിന് ശേഷം ബാത്റൂമിൽ കഴുകുക. എന്നിട്ട് നന്നായിട്ട് തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളം പറഞ്ഞിട്ട് വേണം എനിക്ക് ഫ്രഷ് ആവാൻ. നമ്മൾ ഡെയിലി ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ അയക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറേ ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. മറ്റേ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ അയക്ക് കൂടും ചെയ്യും. പിന്നെ ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു കഷ്ടപ്പാടായിട്ടും ആ ജോലിനോടൊരു മടുപ്പായിട്ടും തോന്നും, ഇഷ്ടമില്ലാത്ത മാതിരി തോന്നും. അപ്പോൾ നമ്മൾ ഡെയിലി നീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എപ്പോഴും അവിടെ ക്ലീൻ ആയിരിക്കും ചെയ്യും, നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞാനും ഫ്രഷായി വന്ന് ഇനി മഹറൊക്കെ ഇടലാന്ന് കേട്ടോ. പിന്നെ ഒന്ന് റോസ് വാട്ടറും ഇടും, ലോഷനും ഇടും കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ലിബാമും. പിന്നെ ഇപ്പോൾ ഇപ്പം ലോഹർ ബാങ്ക് കൊടുക്കും. അപ്പം ഒക്കെ എടുക്കുമ്പോൾ ഇട്ടതൊക്കെ അങ്ങ് പോവും. എന്നാലും കുളിച്ച് വന്നേമ്പാട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ടില്ലെങ്കിലൊരു സമാധാനം കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വെറുതെ റോസ് വാട്ടറെങ്കിലും ഒന്ന് ഇടും കേട്ടോ കുളിച്ച് വന്നേമ്പാട്. അങ്ങനെ അപ്പോൾ പിന്നെ നെയ്ഹക്കുള്ള ലോഷൻ തേക്കും കേട്ടോ. നെയ്ക്ക് എന്നും ലോഷൻ തേക്കലുണ്ട് കേട്ടോ. ഓളെ കുളി കഴിഞ്ഞ് വന്നേമ്പാട് ഓളെ ലോഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്ക് നമ്മളെ ഡോക്ടറിനെ തന്നൊരു മോയ്സ്ചറൈസർ കേട്ടോ. കാരണം ഓളെ സ്കിന്നൊക്കെ ഡ്രൈ ആട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് എഴുതിപ്പിച്ച ഒരു ലോഷനാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഒരു മോയ്സ്ചറൈസർ. ഇതിൻ്റെ പേരെന്താ, സണ്ണി ഹെർബൽസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഹോമിയോന്ന് ഡോക്ടർ എഴുതി തന്നിട്ട് വാങ്ങിച്ച ലോഷനാട്ടോ. പിന്നെ ഓൾ ഉറങ്ങി. ഈ ഉറക്കി ഇനി എന്തായാലും കുറച്ച് സമയം ഉറങ്ങും കേട്ടോ. കാരണം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല സുഖത്തിൽ ഉറങ്ങും അവൾ. പിന്നെ വാഷിംഗ് മെഷീൻ തിരിച്ചിരുന്ന അത് തിരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയിട്ട് ആറിയിടണം. പിന്നെ നമ്മൾ രാവിലെ ആറിയിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ആറിയിട്ടിട്ട് അത് കൊണ്ടുപോയിട്ട് മടക്കി വെക്കണം കേട്ടോ. അതാണ് ഇനി അടുത്ത പണിയുള്ളത്. അപ്പോൾ ഫുള്ള് ആറിയിട്ടിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറട്ടെ. അപ്പോൾ അകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് കത്തിക്കാനുണ്ട് കേട്ടോ, വേസ്റ്റൊക്കെ. അപ്പം അതിനൊന്നൊരു തീം കൊടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ടോ. ജസ്റ്റ് ഒന്നൊരു തീ കൊടുത്താൽ തന്നെ അതങ്ങ് കത്തിക്കോളൂ കേട്ടോ. അപ്പം കുറച്ച് കത്തിക്കാനുണ്ടായിരുന്നു, അതിനൊരു തീ കൊടുത്ത്
എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ട് പിന്നെ ഇതാ ഇന്ന് നമ്മളെ കൊലായത്തെ മാറ്റൊക്കെ എടുത്തിട്ട് തിരുമ്പിയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ മാറ്റും ഇട്ട് പുതിയ മാറ്റും വിരിച്ചിട്ട് നമ്മൾ ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്ന് അപ്പം തന്നെ എടുത്ത് ഇങ്ങോട്ട് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ കൂടിക്കിടക്കൂല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മടുപ്പും തോന്നൂല കേട്ടോ. നമുക്ക് ഒരു മടുപ്പില്ലാതെ നമുക്കത് വേഗം നമ്മളെ ജോലികൾ തീർക്കാം. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിങ്ങിയിട്ട് തോനെ ഇങ്ങനെ തിരുമ്പിയത് വെറുതെ ബെഡിലൊക്കെ വെക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ അപ്പം തന്നെ എടുത്ത് മടക്കി കഴിഞ്ഞിട്ട് അലമാരയിലേക്ക് വെച്ചാൽ നമ്മൾ അവിടെ നീറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വേഗം എടുത്തിട്ട് മടക്കിയിട്ട് അലമാരയിലേക്ക് വെക്കട്ടെ. കേട്ടോ, നേഹ എണീക്കുമ്പോഴത്തേന് നിസ്കാരം കൂടി കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനമാണ്. അപ്പം വേഗം ഉള്ളെടുത്ത് വന്ന് നിസ്കാരം നിസ്കരിച്ചിട്ട് ഇത് ലുഹറിന് ശേഷമുള്ള ഒരു ദുആ കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തേക്കുന്നു. അപ്പോൾ ഞാൻ എന്താ അടുക്കളയിലേക്ക് പോയി നോക്കി കേട്ടോ. അപ്പം അതവിടെ നെയ്ച്ചോറ്, നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും അടുക്കള നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇനി എനിക്ക് എണീക്കുമ്പോഴത്തേന് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ എഡിറ്റിങ്ങും ഈ ഒരു സമയത്താണ്, ഈ ബാക്കി വരുന്ന സമയത്താട്ടോ ചെയ്യാൻ. എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്താട്ടോ എഡിറ്റിങ്ങും ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ എഡിറ്റിങ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ സെയിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതിൻ്റെ ഓർഡറുകളൊക്കെ നോക്കണം, അതിലേക്ക് വേറെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഇതിൽ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അതൊക്കെ നടക്കുള്ളൂ. നേഹ എണീറ്റാൽ ഓൾ ഇതിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ ഓൾ വേറെ നിൽക്കും, അങ്ങനെയായിട്ട് ഒന്നും നടക്കില്ല. ഇതൊക്കെ ഞങ്ങളെ പ്രൊഡക്റ്റ്സാണ് കേട്ടോ. ഇതൊക്കെ നൈറ്റി കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അജ്രക് പ്രിൻറ്റിൽ വരുന്ന നൈറ്റികളാട്ടോ. അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഫ്രോക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളടുത്ത് സെയിലിൽ. അപ്പം അതൊക്കെ ആട്ടോ. ഇത് നൈറ്റിക്കൊക്കെ 250, 240, 270 ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. ഈ അജ്രക്കിനൊക്കെ 250 ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ പ്രോഡക്റ്റൊക്കെ. അതൊക്കെ അപ്ലോഡൊക്കെ ചെയ്തു. ഇനി അപ്പോഴത്തേന് നേഹ എണീറ്റ് കേട്ടോ. അപ്പോൾ ഇനി ഓക്ക് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിവിടെ കണ്ടാൽ പിന്നെ ഓൾ എടുത്തിട്ട് കളിക്കാൻ തുടങ്ങും. അപ്പോൾ വേഗം അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഓൾ ഉണ്ടായാൽ പിന്നെ ഫോണും ഒന്നും നടക്കില്ല, ഫോണിൽ കളിയൊന്നും നടക്കില്ല. ഫോണൊക്കെ ഓൾ വേഗം യൂസ് ചെയ്യാൻ നോക്കും. അപ്പം പിന്നെ വേഗം എടുത്തിട്ടോ. ഓക്ക് കൊടുക്കലൊന്നുമില്ല ഫോണൊന്നും. ഇനി നെയ്യാമോക്കുള്ള ചോറ് കൊടുക്കലാണ് കുറച്ച് ടാസ്ക്കുള്ള പണിയാട്ടോ. ഞാനിങ്ങനെ അവളെ നടത്തിച്ച് അവളെ വയ്യാലെ നടന്നങ്ങനെ കൊടുക്കലൊന്നുമില്ല, അവളെ എത്തിച്ചിട്ട് തന്നെ കേട്ടോ കൊടുക്കൽ. കാരണം ഒരു ഡേ ഞാനൊരു സ്ഥലത്ത് ഇരുന്നാൽ അവൾക്ക് രണ്ടാമത്തെ ദിവസം അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി ഞാനൊരു ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഓളം കൊണ്ടിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇരുന്നിട്ട് തന്നെ തിന്നിപ്പിക്കും കേട്ടോ. അങ്ങനെ അപ്പം പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ടോ. ഉച്ചക്ക് കുറച്ച് നേരം കിടക്കും, ഉറങ്ങുമൊന്നുമില്ല പക്ഷേ കിടക്കും. അങ്ങനെ ഇപ്പോൾ ദാ കിടത്തൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വുളു എടുക്കണം കേട്ടോ. അസർ നിസ്കരിക്കലാണ് ഇനി. അപ്പം വേഗം അസറൊക്കെ നിസ്കരിച്ചിട്ടാട്ടോ പുറത്തേക്ക് പോവുക. അങ്ങനെ അസർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും യൂസ് ആവുമെങ്കിലും നല്ലതല്ല. പിന്നെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതാ നമ്മൾ പിന്നെ ആറിട്ടതൊക്കെ ഒന്ന് എടുക്കാണ്ട് അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ നല്ല പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെടിയൊക്കെ അമ്മയാണ് കേട്ടോ നോക്കൽ. എനിക്ക് രാവിലെ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞിട്ട് ഉള്ള സമയത്ത് മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. രാവിലെ എണീറ്റ പാടെ
പുറത്തേക്ക് വന്നിട്ട് നോക്കിയിരിക്കാനൊക്കെ ഇഷ്ടമാട്ടോ. പക്ഷേ എന്താ പറയുക, നേഹമോളെയും വെച്ചിട്ട് എനിക്ക് ഇപ്പം അതൊന്നും നടക്കില്ല. ഓളെ എണീക്കുമ്പോഴത്തേന് പണികളൊക്കെ തീർത്താലേ ഉള്ളൂ നമ്മൾ ആ ഒരു റൂട്ടീനൊക്കെ സെറ്റാവാം. ശരിക്കുമില്ലേ, ചിലവരൊക്കെ ഇപ്പോൾ രാവിലെ എണീറ്റേം പാടെ തന്നെ ഫോണൊക്കെ നോക്കുന്നവരുണ്ടാവും. അപ്പം ആ ഫോണൊക്കെ നോക്കുന്നതിന് പകരം നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ്, അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് കൊലായിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേമാതിരിയൊക്കെ നോക്കിയിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. നമ്മൾ ഫോണൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ ഫോണിൽ ആ ഒരു എനർജി നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ ആ ഒരു എനർജി വേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എനിക്കൊന്നും സമയം കിട്ടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം കേട്ടോ. രാവിലെ കുറച്ചുകൂടി കഴിഞ്ഞ് നേഹൻ്റെ ഫീഡിങ്ങൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും സമയം കിട്ടും തോന്നുന്നു. പക്ഷേ ഇപ്പം അവളെ ഫീഡ് ചെയ്യലും എല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു ആ ഒരു സമയമൊന്നും കിട്ടുന്നില്ല. അപ്പം രാവിലെ ഫോണൊക്കെ നോക്കുന്നതിനൊക്കെ പകരം പറ്റുന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ വൈകുന്നേരത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബ്രെഡ് വാട്ടി ചായ കുടിച്ചെന്നുള്ളൂ കേട്ടോ. നേഹക്ക് കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങി കൊടുത്തിട്ടോ. അവൾ കുറച്ച് തിന്ന് പിന്നെ അത് മതിയാക്കി. പിന്നെ മഗ്‌രിബ് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് നേഹ അഭയം കളിക്കുക കേട്ടോ. എന്തൊക്കെയോ വരക്കുന്നുണ്ട്, നേഹ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്കക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്ത് കാക്ക കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്ക പുറത്ത് പോവാണ്. അപ്പം വേഗം കഴിച്ചിട്ട് പിന്നെ ലേറ്റ് ആവും വരാൻ. അപ്പം വേഗം കഴിച്ചിട്ടാട്ടോ പോവാം. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് കാക്ക പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ അവർ മുകളിലേക്ക് കയറിഞ്ഞു കേട്ടോ. മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുകളിലേക്ക് പോയപ്പോൾ നേഹക്ക് മുകളിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ വേഗം അബ്ബക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് വേഗം ഓടാണ് കേട്ടോ മുകളിലേക്ക്. അങ്ങനെ പിന്നെ അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയം അങ്ങനെ പോയിട്ടോ. നേമക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഒക്കെ വീട്ടിൽ കുറേ ആൾക്കാർ വേണം, അതാണ് ഇഷ്ടം കേട്ടോ. പൂവിൽ പോയത് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അവൾ. ഇനി ഞാൻ വേഗം ഇശാസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടോ. ഇശാസ്കാരം കഴിഞ്ഞിട്ട് നേഹക്ക് ഫുഡ് കൊടുക്കലാന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേഗം ക്ലീൻ ആക്കിയിട്ട് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ബ്രഷ് ചെയ്യണം, പിന്നെ ഫ്രഷ് ആവണം, പിന്നെ നേഹനെ മേലൊക്കെ കേക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഫ്രഷായി വന്നാൽ ജസ്റ്റ് ഒന്ന് ലോഷനും റോസ് വാട്ടറൊക്കെ ഇട്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. റോസ് വാട്ടറും ലിബാമും അങ്ങനെ ആയിട്ട് അത് മാത്രമേ ഇടൂ. നേഹക്കാണെങ്കിൽ ജസ്റ്റ് ബോഡി ലോഷനൊക്കെ തേച്ച് കൊടുത്തിട്ട് ഓക്കും ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കലാന്ന്. നമ്മൾ ഓരോ ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചൊല്ലലും പിടിക്കലാണ്. പിന്നെ വേറെ പണികളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വേഗം നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചേരം കളിച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യട്ടോ. ഫ്രഷ് ആവലും നമ്മളെ എല്ലാ പണികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വെറുതെ കിടക്കും കേട്ടോ. ഒരു സമയം വരെ വെറുതെ കിടന്നതിന് ശേഷം പിന്നെ ഞാൻ നേഹിനെ ഉറക്കാൻ നോക്കും കേട്ടോ. വേഗം കിടന്നാലും ഉള്ളോള് വേഗം ഉറങ്ങാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടാണ് കിടക്കണമെങ്കിൽ ഓൾ അതിലും ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുക. അപ്പം ഞാൻ നേരത്തെ ഓളെ പിടിച്ച് കഴിഞ്ഞിട്ട് കിടത്തും കേട്ടോ. എന്നാലും ഉള്ളൊരു 10 മണി 10:30 ആകുമ്പോഴത്തേനും ഓൾ കിടന്നുറങ്ങുള്ളൂ. അപ്പം ഞാൻ നൈറ്റ് ക്ലിപ്പ് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പം അതും പിന്നെ വാസ്ലീനൊക്കെ ഇടലാന്ന്. നെയ്യൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഞാൻ കാണിച്ചു തന്നായിരുന്നില്ലേ, അത് നൈറ്റും ഒക്കെ ഒന്ന് കാലിലൊക്കെ, പ്രത്യേകിച്ച് കാലിലൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അതൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.